CMന്റെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് റൂം, അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിൽ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് റൂം എന്ന കോൺസെപ്റ്റ്. ഏത് മേഖലയിൽപ്പെട്ട കുട്ടികൾക്കും അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടോ ഗ്രൂപ്പായിട്ടോ ഉള്ള പ്രൊജക്ട്സ്, എനി കൈൻഡ് ഓഫ് പ്രൊജക്ട്സ്, അല്ലെങ്കിൽ അവരൊരു പ്രൊഡക്റ്റ്, അവരുടെ ഒരു കോൺസെപ്റ്റ്, അതായത് ഐഡിയ നമുക്ക് CMന്റെ ബ്രെയിൻ സ്റ്റോമിംഗ് റൂമിൽ വന്ന് പ്രസന്റ് ചെയ്യാം. ഈ റൂമിൽ എല്ലാ ആഴ്ചയും ചീഫ് മിനിസ്റ്റർ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ ഈ കുട്ടികളുമായിട്ട് ചിലവഴിക്കണം. അതായത് സെലക്ടഡ് പ്രൊജക്ട്സിനെ ഡയറക്റ്റ് അവരെ വീണ്ടും വിളിച്ചിട്ട് പ്രസന്റ് ചെയ്യുക. ഒരുപാട് ഐഡിയ ഉള്ളവരുണ്ട്, പക്ഷേ ഒരു ക്യാൻവാസ് ഇല്ല. അതായത് ലോകത്തുള്ള എക്സ്പെർട്ടുകളായ എല്ലാ ഫീൽഡിലെ മലയാളീസിന്റെയും ബ്രെയിൻ നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താം. നമ്മുടെ കടലിനടിയിൽ ഒരു ഗോൾഡ് മൈൻ ഉണ്ട്, ആൽഗി. പ്രത്യേകിച്ചും നമ്മുടെ തിരുവനന്തപുരം വിഴിഞ്ഞം മുതൽ കൊല്ലം വരെ നീണ്ടു നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരു 50% ഗവേണൻസിൽ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു CMഉം അടുത്ത 50% കുട്ടികളുമായിട്ടും ഇവിടുത്തെ ഏറ്റവും മലയാളി ഡയസ്പൊറ, അതായത് വേൾഡിലെ മുഴുവൻ മലയാളീസിന്റെ ബ്രെയിനുകളും എല്ലാവരിൽ നിന്ന് ഒരു കമ്പനി CEO പോലെ പെരുമാറുന്ന ഒരു CM 50%. നമസ്കാരം, ഞാൻ ഷെലസ്. ഇത് ഷെലസ് പോഡ്കാസ്റ്റ്, കേരള 2.0 വിത്ത് ഷെലസ് എന്ന പോഡ്കാസ്റ്റ് സീരീസിൽ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ, ഇനാഗുറൽ എപ്പിസോഡിൽ AI ഹെഡ് ഓഫ് ഇന്ത്യ റൗൾ അജു ജോണുമായി AI ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സോഫ്റ്റ് എക്കണോമി മോഡൽസ് സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇത് വളരെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മാക്സിമം 10 minutes to 15 minutes നമുക്ക് തീർക്കും. പക്ഷേ ഇതെല്ലാവരും കാണേണ്ട അത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അടുത്ത CMന് കൊടുക്കുന്ന DPRന്റെ ഭാഗമായി അതിലെ പ്രധാന കുറച്ച് കണ്ടന്റ് നമുക്ക് ഈ എപ്പിസോഡിൽ ഉണ്ടാവും. ഇനി വരും ബാക്കി 5 എപ്പിസോഡുകളിൽ ബാക്കി കുറെ മോഡൽസ് ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടും AI ബേസ്ഡ് ആയിട്ടുള്ള മോഡൽസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് CMന്റെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് റൂം, അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിൽ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് റൂം എന്ന കോൺസെപ്റ്റ്. സാധാരണ നിങ്ങൾക്ക് അറിയാം, സാധാരണ മാനേജ്മെന്റ് ഒക്കെ പഠിക്കുമ്പോൾ ബ്രെയിൻ സ്റ്റോമിംഗ് റൂം എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറയാം. അതായത് ഈ ബ്രെയിൻ സ്റ്റോമിംഗ് റൂമിൽ ഒരു AI പവേർഡ് ബ്രെയിൻ സ്റ്റോമിംഗ് റൂം ആയിരിക്കണം. ഇവിടെ നമുക്ക് നമ്മുടെ ജെൻസി, ജെൻ ആൽഫ, അതായത് കുട്ടികൾ, സ്കൂൾ കുട്ടികളാവട്ടെ, കോളേജ് കുട്ടികളാവട്ടെ, അതായത് എഞ്ചിനീയറിംഗ്, BT, IT, എനി സ്ട്രീംസ് ഓഫ് എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, അതുമാത്രമല്ല മ്യൂസിക് കോളേജിലെ സ്റ്റുഡൻസ്, MFA, BFA ഒക്കെ പഠിക്കുന്ന ഫൈൻ ആർട്സ് കോളേജിലെ സ്റ്റുഡൻസ് തുടങ്ങി എല്ലാ ഫീൽഡും, ഏത് മേഖലയിൽപ്പെട്ട കുട്ടികൾക്കും അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടോ ഗ്രൂപ്പായിട്ടോ ഉള്ള പ്രൊജക്ട്സ്, എനി കൈൻഡ് ഓഫ് പ്രൊജക്ട്സ്, അല്ലെങ്കിൽ അവരൊരു പ്രൊഡക്റ്റ്, അവരുടെ ഒരു കോൺസെപ്റ്റ്, അതായത് ഐഡിയ നമുക്ക് CMന്റെ ബ്രെയിൻ സ്റ്റോമിംഗ് റൂമിൽ വന്ന് പ്രസന്റ് ചെയ്യാം. ഈ റൂമിൽ CM കുറച്ച് എക്സ്പെർട്ട് ആയിട്ടുള്ള, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ലാത്ത കുറച്ച് എക്സ്പെർട്സ് ഉണ്ടാവണം എല്ലാ ഫീൽഡിലും. അതൊരു ഫസ്റ്റ് ലെയർ ആണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള. ഈ റൂമിൽ എല്ലാ ആഴ്ചയും ചീഫ് മിനിസ്റ്റർ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ ഈ കുട്ടികളുമായിട്ട് ചിലവഴിക്കണം. അതായത് സെലക്ടഡ് പ്രൊജക്ട്സിനെ ഡയറക്റ്റ് അവരെ വീണ്ടും വിളിച്ചിട്ട് പ്രസന്റ് ചെയ്യുക. ഐഡിയയും ഇൻവെസ്റ്ററേയും കൂടി കൂട്ടിമുട്ടിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് NRIs, അവർക്ക് ഇപ്പോൾ തൊഴിൽ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലുണ്ട്, ഒരുപാട് സാലറി കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം ഒരു 5 ലക്ഷം കോടിയോളം രൂപ NRI അക്കൗണ്ടിൽ ഡെഡ് മണി ആയിട്ട് കിടപ്പുണ്ട്. പലരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ എങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണം, കേരളത്തിലെ എങ്ങനെ ചെയ്യണം, അതിനെപ്പറ്റി ഒരു ഐഡിയയും പലർക്കും ഇല്ല. എന്നോട് തന്നെ നേരിട്ട് എൻ്റെ കസ്റ്റമേഴ്സ് പലരും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ചൊരു കോൺസെപ്റ്റാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ. ഒരുപാട് ഐഡിയ ഉള്ളവരുണ്ട്, അവർക്ക് സ്വന്തമായി പക്ഷേ ഒരു ക്യാൻവാസ് ഇല്ല. അതായത് ബ്രഷും പെയിന്റും ആയിട്ട് അവർ നടക്കുകയാണ്, വരയ്ക്കാനുള്ള ക്യാൻവാസ് ഇല്ല. ആ ക്യാൻവാസ് കൊടുക്കണം. അതിന് നമ്മുടെ CM ഇവിടെ വരുമ്പോൾ ഒരു CEO ആയി മാറണം. അതായത് CMന് 2 ഫേസ് ഉണ്ടാവണം. ഗവേണൻസിന്റെ പാർട്ടിൽ റിയൽ CM ആയിട്ട്, ബാക്കി ആ സ്ട്രക്ചർ ആയിട്ടുള്ള രീതിയിൽ പോയിക്കോട്ടെ. ഈ റൂമിൽ CM ഒരു CEO ആയിരിക്കണം, CEO ഓഫ് എ കമ്പനി. മാത്രമല്ല നമുക്കിപ്പോഴും ഏറ്റവും കൂടുതൽ പറയുന്നത് ബ്രെയിൻ ഡ്രെയിൻ ആണ്. അതായത് ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നു, തൊഴിലിന് വേണ്ടി പോകുന്നു. ഈ ബ്രെയിനെ മുഴുവൻ നമുക്ക് തിരിച്ചുകൊണ്ടുവരാം, ഫിസിക്കലായിട്ടല്ല. അതായത് ലോകത്തുള്ള എക്സ്പെർട്ടുകളായ എല്ലാ ഫീൽഡിലെ മലയാളീസിന്റെയും ബ്രെയിൻ നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താം. വോളണ്ടറി സർവീസ് പോലെ തന്നെ CM മുൻകൈ എടുത്താൽ ഓരോ മേഖലയിലെയും, ഇപ്പോൾ ഉദാഹരണത്തിന് സിലിക്കോൺ വാലിയിൽ വർക്ക് ചെയ്യുന്ന ഒരു IT എഞ്ചിനീയർ, അദ്ദേഹത്തിന് ഇവരുടെ മെന്റർ ആവാം. ഇവരുടെ ഫൈനൽ സെലക്ഷൻ പ്രോസസ്സിൽ നമ്മുടെ ഇവിടുത്തെ എക്സ്പെർട്ട് പാനലിനെ സഹായിക്കാം, കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അപ്പം ഓരോ ദിവസവും ആ പാനൽ ഉണ്ടാക്കുക, അതിൽ ഉള്ളവരെ അതാത് മേഖലയിൽപ്പെട്ട ഈ പ്രോജക്റ്റുകളുടെ മെന്റർ ആക്കുക. അപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ ടു ബ്രെയിൻ ഗെയിൻ. അപ്പോൾ ഇവരുടെ ബ്രെയിൻ അവർ പോകുന്നു, അവരുടേതായ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തോട്ടെ, പക്ഷേ വീണ്ടും എല്ലാ ബ്രെയിനുകളും ഈ ഒരു റൂമിൽ സംഗമിക്കുന്നു. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് CMന് DPR കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഈ പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ചിരുന്ന ഒരു കാര്യമാണ്, എങ്ങനെ നമ്മുടെ എക്കോണമി 12 ലക്ഷം കോടിയിൽ
മേഖലയിൽ നിന്നും നമുക്കൊരു 25 ലക്ഷം കോടി അടുത്ത 5 വർഷം കൊണ്ട് ഉണ്ടാക്കാം എന്ന് നോക്കുമ്പോൾ മിനിമം ഒരു 5 ലക്ഷം തൊഴിലവസരവും ഒരു 10 ലക്ഷം കോടി രൂപ ഉണ്ടാക്കാവുന്ന ഒരു റൂമാണ് മിനിമം ഈ ബ്രെയിൻ സ്റ്റോമിംഗ് റൂം. ആ റൂമിൽ മാത്രം ഇവിടെ വരുന്ന ഐഡിയകൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി അറിയും. അതായത് അതാത് മേഖലയിൽപ്പെട്ട, ഉദാഹരണത്തിന് ഇപ്പൊ നമുക്കറിയാം ഫൈനാൻസ് കോളേജിലെ കുട്ടി ഇപ്പോൾ എല്ലാം AI ചെയ്തു തരുന്നുണ്ട്, ഡിസൈൻസും എല്ലാം. അവിടെ പഠിക്കുന്ന കുട്ടികൾ അവരെന്ത് ചെയ്യുന്നു, അവരെ അഡ്രസ്സ് ചെയ്യുന്നു, അവരെങ്കിലും നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാവും. ഇത് നമുക്ക് വേൾഡിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഈ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് റൂമിലൂടെ നടക്കും. നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് ഐഡിയ ഉണ്ട്. കാരണം അത്രമാത്രം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ അറിയാം. നമ്മളെ കഴിഞ്ഞ മാറി വരുന്ന സർക്കാരുകൾ നമുക്ക് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഏറ്റവും പറ്റിയ സമയമാണ്. കൺവെൻഷണൽ എക്കണോമി മോഡൽസ് എല്ലാം വിടുക. നമ്മുടെ സ്ഥലപരിമിതി എല്ലാം വെച്ചിട്ട് നമുക്ക് വലിയ ഇൻഡസ്ട്രീസ് ഒന്നും വേണ്ട, അതിന്റെ സമയവും കഴിഞ്ഞു. AI ബേസ്ഡ് ആയിട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ എല്ലാ മേഖലയിലും AI ആഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് കൃഷിയാവട്ടെ, കലയാവട്ടെ, ഏത് മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടെ ചേർത്തിട്ടുള്ള അതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാം. നമുക്കറിയാമല്ലോ AI എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അസിസ്റ്റൻസ് ആണ്. ഇപ്പൊ തന്നെ നമ്മളെല്ലാം എല്ലാ ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ChatGPTയും ജെമിനയും പെർപ്ലക്സിറ്റിയും ഗ്രോക്കും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനുള്ള ഒരു അസിസ്റ്റൻസ് ആണ്. അപ്പോൾ എന്താണ് എന്ത് കാര്യത്തിനുള്ള ഒരു അസിസ്റ്റ് ചെയ്യുന്ന ഒരു ടൂളായിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം നമ്മുടെ തൊഴിൽ കളയുകയല്ല, തൊഴിലുകൾ എളുപ്പമാക്കുകയാണ് ചെയ്യുക, പുതിയ തൊഴിലവസരങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ ഈ റൂമിനെ പറ്റി നമ്മൾ പറയുമ്പോൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇവിടെ നടക്കുന്ന ബ്രെയിനിന്റെ ഒരു വിസ്ഫോടനം. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ആലോചിച്ചത് 360 ഡിഗ്രി ഫ്യൂഷൻ ബ്രെയിൻ ലാബ് എന്നൊരു പേരിടാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ബ്രെയിൻ, ലോക മലയാളികളുടെ ബ്രെയിൻ, എല്ലാ മേഖലകളിലും പെട്ട എക്സ്പെർട്ടുകളുടെ ബ്രെയിൻ, ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കും. ഇൻവെസ്റ്റേഴ്സ് ഈ ഐഡിയകളെ ബിസിനസ് ആക്കി മാറ്റും. മാത്രമല്ല ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇവർക്കും ഒരു കമ്പനി ഫോം ചെയ്ത് തന്നെ അതിന്റെ ഡയറക്ടേഴ്സും കൂടെ അവർക്കാവാം. അപ്പം ഒരുപാട് ആന്റർപ്രനേഴ്സിനെ ഇവിടെ സൃഷ്ടിക്കുന്നു. ജോലിക്കപ്പുറം തൊഴിൽ കൊടുക്കുന്നവരാക്കി നമ്മളെ കുട്ടികളെ മാറ്റാൻ പറ്റുന്നു. ആരും ഇവിടുന്ന് പോകില്ല. ഫെസിലിറ്റി കൊടുത്താൽ മതി. കഴിവുള്ളവരുണ്ട്, അവരെ ഉപയോഗിക്കുക. അതിനൊരു CEO പോലെ പ്രവർത്തിക്കുന്ന ഒരു CM വേണം. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളെ ഒക്കെ ഭരിക്കുന്നവരാണ് നമ്മുടെ പൊളിറ്റീഷ്യൻസ്. എത്രമാത്രം ബ്യൂറോക്രാറ്റ്സും ബാക്കി നമ്മളെല്ലാം അഭിപ്രായം പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി എന്ത് കാര്യം നടക്കണമെങ്കിലും ഡിസിഷൻ മേക്കേഴ്സ് പൊളിറ്റീഷ്യൻസ് ആണ്. സോ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. അതായത് പൊളിറ്റീഷ്യൻസ് ശരിക്കും നമ്മൾ ഒന്ന് റീബൂട്ട് ചെയ്യപ്പെട്ടാൽ കേരളം മൊത്തത്തിൽ റീബൂട്ട് ചെയ്യപ്പെടും. ഈ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് റൂം എന്ന കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിംഗ് റൂമിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രോജക്റ്റിൽ പറഞ്ഞ ഡിജിറ്റൽ ട്വിന്നിലേക്ക് വരാം. ഈ റൂമിനെ പറ്റി ഞാൻ ജനറലായിട്ടൊരു ഐഡിയ പറഞ്ഞു. അവിടെ സംഭവിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ അതാത് മേഖലയിൽപ്പെട്ട ആൾക്കാരുടെ പ്രൊജക്റ്റ് മാത്രമല്ല, ഇവരെല്ലാം കൂടെ സെലക്ട് ചെയ്ത പ്രോജക്റ്റുകൾ, സെലക്ട് ചെയ്ത കുട്ടികൾ, ഉദാഹരണത്തിന് മ്യൂസിക്, ആർട്ട്, സയൻസ്, ടെക്നോളജി, കൃഷി, ഇവരെല്ലാം തമ്മിൽ ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് നോക്കട്ടെ. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ പുതിയ പ്രോഡക്ട്സ് ആവട്ടെ, എന്തൊക്കെ പുതിയ ഐഡിയാസ് ആവട്ടെ, അതിനെ നമ്മൾ മറ്റ് പലതരം ബിസിനസ് ആശയങ്ങളാവട്ടെ അങ്ങനെ മാറ്റാൻ പറ്റും. സോ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ബ്രെയിനിന്റെ വിസ്ഫോടനം നടക്കുന്ന ഒരു റൂമാക്കി മാറ്റാം. അതാണ് ഈ കോൺസെപ്റ്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ എൻ്റെ റൗളുമായിട്ടുള്ള എപ്പിസോഡിൽ പറഞ്ഞ ഡിജിറ്റൽ ട്വിൻ, അടുത്ത അതിലേക്കാണ് പോകുന്നത്. അതായത് ഡിജിറ്റൽ ട്വിൻ ഞാൻ വെറുതെ പറഞ്ഞു പോയിരുന്നു, സിംഗപ്പൂർ, ദുബായ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഡിജിറ്റൽ ട്വിൻ എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ട് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. അത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ മറ്റേ പോഡ്കാസ്റ്റിൽ സമയം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് തന്നെ അത് 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ടുപോയി. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട് വെക്കുമ്പോൾ 3D മോഡൽ ഉണ്ടാക്കും, വോക്ക് ത്രൂ ഉണ്ട്. അപ്പോൾ അതേപോലെ കണ്ടാൽ മതി. പിന്നെ അല്ലെങ്കിൽ നമ്മൾ റോഡുകളുടെ ഒരു ഡിജിറ്റൽ ട്വിൻ ആണെന്ന് വേണമെങ്കിൽ ഗൂഗിൾ മാപ്പിനെ പറയാം. എന്ന് പറയുന്ന പോലെ നമ്മൾ ഡ്രോണുകളുടെ സഹായത്തോടുകൂടി ആദ്യം പൈലറ്റ് പ്രോജക്റ്റായിട്ട് ട്രിവാൻഡ്രത്തിന്റെയും തിരുവനന്തപുരത്തിന്റെ തീരദേശത്തിന്റെയും ഒരു ഡിജിറ്റൽ ട്വിൻ ഉണ്ടാക്കും. പൈലറ്റ് പ്രോജക്റ്റ്. അതിന് ഒരുപാട് അതാത് മേഖലയിൽപ്പെട്ട സ്റ്റുഡൻസിനെ ഉപയോഗിക്കാം. എന്നിട്ട് ആ ഡിജിറ്റൽ ട്വിന് നമുക്ക് എന്തൊക്കെ ഗുണം ഉണ്ടാകും? നമുക്ക് ട്രാഫിക് മാനേജ്മെന്റ്, ഡാം മാനേജ്മെന്റ്, നമുക്ക് വെള്ളം ഉത്ഭവിക്കുന്ന സ്ഥലം മുതൽ ലൈവായിട്ട് കാണാം. ഡാം മാനേജ്മെന്റ്, ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ഉണ്ടായാൽ ഡാം കറക്റ്റ് പ്രോപ്പറായിട്ട് തുറന്നില്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാര്യം നമ്മൾ നേരിട്ടിട്ടുള്ളതാണ്. ഇത് പ്രോപ്പറായിട്ട് AI മാനേജ് ചെയ്തോളും. ചെറിയ വ്യത്യാസം അറിയുമ്പോൾ പോലും ചെറിയ രീതിയിൽ ഷട്ടർ തുറക്കുന്നു. അപ്പം ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദെൻ ടൗൺ പ്ലാനിങ്, എന്ത് കാര്യത്തിനും അതേപോലെ തന്നെയാണ്. അണ്ടർ വാട്ടർ ഡ്രോൺസും സോണോമീറ്റർ, സാറ്റലൈറ്റ് ലിങ്ക് ചെയ്ത് ഫിഷ് ക്യാച്ചിങ്, അടുത്ത ഒരു ബ്ലൂ എക്കണോമിയുടെ പാർട്ടാണത്. ഞാനത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഡിജിറ്റൽ ട്വിൻ ഉണ്ടെങ്കിൽ അത് നടക്കും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു റെയിൻബോ എക്കോണമി എന്നൊരു മോഡലിനെ പറ്റി പറഞ്ഞു. അതും CMന്റെ മുന്നിൽ വെക്കുകയാണ്. ഡിജിറ്റൽ ട്വിൻ മസ്റ്റായിട്ട് കേരളത്തിന്റെ ഡിജിറ്റൽ ട്വിൻ ഉണ്ടാക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇത് അറിയാത്ത ഈ ടേംസ് പറഞ്ഞു പോകുമ്പോൾ ഏതെങ്കിലും ChatGPTയിലോ ജെമിനയിലോ ചോദിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ഇട്ടതുകൊണ്ടാണ് ഞാൻ വളരെ ഡീറ്റെയിൽ പറഞ്ഞു പോകാത്തത്. അപ്പോൾ അടുത്ത കോൺസെപ്റ്റ് ഡിജിറ്റൽ ട്വിൻ ആണ്. ഇപ്പം നമ്മുടെ ഈ ഡിജിറ്റൽ ട്വിന്നിൽ നിന്നുകൊണ്ടാണ് ഈ റൂമിൽ ഇതിന്റെ ഡിസ്പ്ലേ ഉണ്ടാകും, ബ്രെയിൻ സ്റ്റോമിംഗ് റൂമിൽ. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. ഇപ്പം നമുക്ക് വലിയ സ്ക്രീനുകളും വലിയ LED വാൾ TV ഒക്കെ മതി. അതുവഴി നമുക്ക് വിദേശത്തിരുന്ന് എക്സ്പെർട്സുമായി സംസാരിക്കാം CMന്റെ ബ്രെയിൻ സ്റ്റോമിംഗ് റൂമിൽ. പക്ഷേ ലേറ്റർ സ്റ്റേജിൽ അറിയാമല്ലോ, ഹോളോഗ്രാമൊക്കെ ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഡയറക്റ്റ് ഇരുന്ന് ആൾക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫീൽഡിൽ സംസാരിക്കാം. ടെക്നോളജി അഡ്വാൻസ്മെന്റ് നടത്താവുന്നതേ ഉള്ളൂ. ടെക്നോളജി ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റിനനുസരിച്ച് ഗവൺമെന്റിന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അടുത്ത റെയിൻബോ ഇക്കോണമി. നമ്മൾ
പോഡ്കാസ്റ്റിൽ സംസാരിച്ചാണ്. റെയിൻബോ എക്കോണമിയിൽ ഗ്രീൻ എക്കോണമി, ആദ്യത്തെ കാർബൺ ക്രെഡിറ്റിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ പലർക്കും അറിയാം നമ്മുടെ പറമ്പിലെ മരങ്ങൾ എത്രമാത്രം കാർബൺ വലിച്ചെടുക്കുന്നു. അപ്പം നമ്മൾ പുറപ്പെടുവിക്കുന്ന ഓക്സിജൻ നമുക്ക് എയുടെ സഹായത്തോടുകൂടി അതിൻ്റെ അളവുണ്ടാകും. നമ്മുടെ വീട്ടിലൊരു 100 മരങ്ങളുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കുന്ന കാർബണിനനുസരിച്ച് കാർബൺ ക്രെഡിറ്റ് സ്കോർ വലിയ ഡേറ്റാ സെൻ്ററുകളും വലിയ കമ്പനികളും അന്തരീക്ഷത്തെ പൊള്യൂട്ടഡ് ആക്കുന്ന കമ്പനികൾ വാങ്ങിയിരിക്കണം, മസ്റ്റാണ്. അപ്പോൾ ഗവൺമെൻറ് അതൊരു പ്രോജക്റ്റ് ആക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസിനും പിന്നെ ഗവൺമെൻറ്റിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന മരങ്ങൾ അതിൻ്റെ പൈസ ഗവൺമെൻറ്റിന് കിട്ടും. ഇതൊന്നും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കാര്യങ്ങളല്ല. അപ്പോൾ കാർബൺ ക്രെഡിറ്റ് ഗ്രീൻ എക്കോണമിയിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനത്തെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ ബ്ലൂ എക്കോണമി പറഞ്ഞു. അപ്പോൾ ഈ ഡിജിറ്റൽ ട്വിൻ ഉണ്ടാക്കിയാലുള്ള ഒരു ഗുണം നമുക്ക് എല്ലാം ലൈവായിട്ട് കാണാം. ഇപ്പം എനിക്ക് 100 മരങ്ങൾ ഉണ്ടായിരുന്നു, അതിൻ്റെ പൈസയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഞാനൊരു 20 മരം വെട്ടിയാൽ അടുത്ത ദിവസം തൊട്ട് 80 മരം വലിച്ചെടുക്കുന്ന കാർബണിന്റെ പൈസ എനിക്ക് കിട്ടുള്ളൂ. എല്ലാം ലൈവാണ്. CMന്റെ റൂമിൽ ഡിജിറ്റൽ ട്വിൻ ഡിസ്പ്ലേയിൽ സൂം ചെയ്ത് നമുക്ക് കാണാം ആ മരങ്ങൾ ഉൾപ്പെടെ. അടുത്തത് ബ്ലൂ എക്കോണമി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് കടലിൽ പോയി മത്സ്യം പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അലേർട്ട് അനുസരിച്ച് മത്സ്യസമ്പത്ത് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഡയറക്റ്റ് ക്യാച്ച് ചെയ്യാം. 5-6 ദിവസം ഫ്യൂവൽ വേസ്റ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഫിഷ് എവിടെ ഉണ്ടെന്ന് നമുക്ക് അലർട്ട് കിട്ടുന്നതനുസരിച്ച് നമുക്ക് അത് ഏത് തരം ഫിഷ് എല്ലാം അറിയാം. കാരണം അണ്ടർ വാട്ടർ ഡ്രോൺസും ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ടെക്നോളജി, സോണോമീറ്റർ, സാറ്റലൈറ്റ് ലിങ്ക് വഴി നമുക്കത് അറിയാൻ പറ്റും. പ്ലസ് നമ്മുടെ കടലിനടിയിൽ ഒരു ഗോൾഡ് മൈൻ ഉണ്ട്, അതായത് ആൽഗി. പ്രത്യേകിച്ചും നമ്മുടെ തിരുവനന്തപുരം, വിഴിഞ്ഞം മുതൽ കൊല്ലം വരെ നീണ്ടു നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ള പായലുകൾ, ഗ്രീൻ, ബ്രൗൺ, ഇത് ഒരുപാട് മരുന്നുകളുടെ, അതായത് ആന്റി ക്യാൻസറസ് സബ്സ്റ്റൻസസ് ഉണ്ട്, അതേപോലെ തന്നെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ളത്, ആന്റിബയോട്ടിക് ഉണ്ടാക്കാനുള്ളത്, ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഉണ്ടാക്കാനുള്ള ഇങ്ങനെയുള്ള കുറേ സബ്സ്റ്റൻസുകൾ അടങ്ങിയതാണ്. ഇത് നമുക്ക് ഹ്യൂമനോയിഡ്സിന്റെ സഹായത്തോടുകൂടി കളക്ട് ചെയ്യാം. മനുഷ്യൻ പോയി കളക്ട് ചെയ്യുന്ന നിൽക്കുമ്പോൾ അതൊരു കോസ്റ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്ത് ഹ്യൂമനോയിഡ്സ് പോയി കളക്ട് ചെയ്യുക. നമുക്ക് ഇത് വലിയൊരു വരുമാനമാണ്. ആഗോള ശരിക്കും വലിയ ഫാർമസ്യൂട്ടിക്കൽ ഭീമന്മാർക്ക് നമുക്ക് സെല്ല് ചെയ്യാവുന്ന ഒരു വലിയൊരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടലിനടിയിലുള്ള ഒരു ഗോൾഡ് മൈൻ ആണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. സീ വീഡിങ് നടത്താം. കുറേ പ്രോജക്ട്സ് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് പായലുകളുടെ കൃഷി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് രണ്ട് കോൺസെപ്റ്റും ബ്ലൂ എക്കോണമിയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ കൾച്ചർ, ആർട്സ് ഒക്കെ മാർക്കറ്റ് ചെയ്യുന്ന ഓറഞ്ച് എക്കോണമി. ഞാനതിൽ BTS ഒക്കെ എങ്ങനെ എത്ര മനോഹരമായി അവരുടെ കൾച്ചറും അവരുടെ ശരിക്കും ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് പോലെയാണ് സ്കൂൾ തലം മുതൽ അവർ. അതുകൊണ്ടാണ് ഇവിടെ മ്യൂസിക്കും സീരീസും ഒക്കെ പുതിയ കുട്ടികൾ കൂടുതൽ കൊറിയൻ കൾച്ചറിലേക്ക് പോകുന്നത്. അതൊരു ശരിക്കും ഒരു ഓറഞ്ച് എക്കോണമി മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഇതാണ്. അതേപോലെ തന്നെ പർപ്പിൾ എക്കോണമി, ഗ്രേ എക്കോണമി, സിൽവർ എക്കോണമി, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ റെയിൻബോ എക്കോണമിയുടെ കോൺസെപ്റ്റിൽ വരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ മുമ്പേ സംസാരിച്ചു പോയ എപ്പിസോഡിലെ കോൺസെപ്റ്റിനോടൊപ്പം അതിനൊരു ഓർഡറായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഈ ബ്രെയിൻ സ്റ്റോമിംഗ് റൂമിൽ നിന്ന് തുടങ്ങി ഈ പ്രോജക്റ്റുകൾ. പിന്നെ ഞാൻ അതിൽ പറഞ്ഞൊരു കോൺസെപ്റ്റ് ആയിരുന്നു, നമുക്ക് സ്വന്തം ഒരു GPU, കേരള സോൺ GPU, അത് മസ്റ്റാണ്. കാരണം ഒരുപാട് സ്റ്റാർട്ടപ്പുകൾക്ക്, കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ചെറിയ വിലയ്ക്ക്, അതായത് എനിക്ക് തോന്നുന്നു 65 റുപ്പീസ് എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പം തന്നെ ഇന്ത്യ നമ്മുടെ ഇപ്പോഴത്തെ ഗ്ലോബൽ AI സമ്മിറ്റിൽ സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം AI അതിപ്പോൾ നമ്മളത് അമേരിക്കൻ കമ്പനികളെ നോക്കി വാങ്ങേണ്ട ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് ഓൺ GPU ഉണ്ടെങ്കിൽ അത് പറ്റും. നമുക്ക് എന്തായാലും വലിയ ഡേറ്റാ സെൻറ്റർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് സിലിക്കോൺ വാലി കഴിഞ്ഞാൽ ഗൂഗിൾ നടത്തിയത് വൈശാഖിലാണ്, ആന്ധ്രാപ്രദേശിൽ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അറിയാമല്ലോ, അത് പ്രകൃതിക്കുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. കൂളിങ്ങിനുള്ള ജലസ്രോതസ്സിൻ്റെ ഉപയോഗം കൂടുതൽ, നമുക്കത് ലഭ്യതയുടെ പ്രശ്നം വരും. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓൺ കേരള സോൺ GPU അതും ആലോചിക്കാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ ചെയ്താൽ ഉറപ്പായിട്ടും 5 വർഷം കൊണ്ട് കേരളം ശരിക്കും റിയൽ ഗോഡ്സ് ഓൺ കൺട്രി ആവും. പ്രത്യേകിച്ച് സിംഗപ്പൂരിനെയും ദുബായിയെയും കിടപിടിക്കുന്ന രീതിയിൽ ഡിജിറ്റൽ ട്വിൻ ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾ ആ നിലവാരത്തിലേക്ക് എത്തുന്നതിൻ്റെ ആദ്യത്തെ പടിയാകും. സോ CM, ഇത് നെക്സ്റ്റ് CMനുള്ളതാണ്. CM ഉറപ്പായിട്ടും ഈ നമ്മുടെ CMന്റെ റൂമിലെ ബ്രെയിൻ സ്റ്റോമിംഗ് റൂം എന്ന കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണം ആദ്യത്തെ 100 ദിന കർമ്മ പദ്ധതിയിൽ. ഒരു സംശയവും വേണ്ട. ശരിക്കും അവിടെ നടക്കുന്ന സ്പാർക്കുകൾ ബ്രെയിനിന്റെ, നമുക്ക് ചിന്തിക്കുന്നതിന് ഇപ്പം നമ്മൾ ഇത് പറയുമ്പോൾ ഒരു കോൺസെപ്റ്റാണ്, അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് കേരളത്തിന്റെ ഇക്കോണമിക്ക് മാത്രമല്ല, കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ, അവരുടെ തൊഴിൽ പ്രശ്നം അവസാനിപ്പിക്കാൻ, മാത്രമല്ല ഒരു വലിയ ഒരു മാറ്റം ടോട്ടൽ കേരളത്തിന് വരാനുള്ള ഒരു റൂമായി മാറും CMന്റെ ഈ ബ്രെയിൻ സ്റ്റോമിംഗ് റൂം. അതോടൊപ്പം ഒരു കോൺസെപ്റ്റ് കൂടി പറയുന്നു, ഒരു ഷാഡോ ക്യാബിനറ്റ്. അതായത് കുട്ടികൾ ഒരു മിനിമം ഒരു 10% ഐഡിയാസ് എങ്കിലും അവരിൽ നിന്ന് എടുക്കണം. ഒരു ഇൻക്ലൂസീവ് ആയിരിക്കണം CM. കാരണം അവർക്ക് ഉള്ള ഐഡിയകൾ അവർ പറയട്ടെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും
വേണ്ട അവരുടെ സജഷൻസ് ലോകത്ത് നടക്കുന്ന ഇപ്പം ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞ മോഡൽസ് ബ്രെയിൻ സ്റ്റോമിംഗ് റൂം മാത്രം ഞാനിങ്ങനെ ആലോചിച്ച് കണ്ടെത്തിയ ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ ബാക്കിയെല്ലാം മറ്റ് പല രാജ്യങ്ങളും സക്സസ്ഫുൾ ആയിട്ട് പല ആഫ്രിക്കൻ കൺട്രീസും ഈ ഗ്രീൻ എക്കോണമി കാർബൺ ക്രെഡിറ്റ്സിലൂടെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ മറ്റു പല രാജ്യങ്ങളും പരീക്ഷിച്ച് വിജയിച്ചതും എന്നാൽ കേരളത്തിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതുമായ മോഡൽസാണ് ഞാനിതിൽ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് ഈ പറയുന്ന കുട്ടികളുടെ ഒരു ഷാഡോ ക്യാബിനറ്റ് ഉണ്ടാക്കിയാൽ അതും ഈ ബ്രെയിൻ സ്റ്റോമിംഗ് റൂമിൽ എന്തായാലും വളരെ കേരളത്തിലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു സംഗമ സ്ഥാനമായിരിക്കും. അപ്പം അതിൽ സെലക്ട് ചെയ്ത ഓരോ മേഖലയിൽ എക്സ്പെർട്ടായിട്ടുള്ള കുട്ടികളുടെ ഒരു 20 പേരെയോ 25 പേരെയോ സെലക്ട് ചെയ്യുകയും അവരവിടെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ഇടയ്ക്കിടയ്ക്ക് കൂടി നടത്തുകയും ചെയ്തിട്ട് CMനും ഓരോ ഡിപ്പാർട്ട്മെന്റിന് മിനിസ്റ്റേഴ്സിനും കൊടുക്കേണ്ട ഐഡിയാസ് കൊടുക്കുകയും ചെയ്യുക. ഒരു 10% അവരുടെ ഐഡിയയും കൊടുക്കുക ഈ ഷാഡോ ക്യാബിനറ്റിന്റെ. ഇതെല്ലാം കൂടെ ആകുമ്പോൾ ശരിക്കും ഒരു 50% ഗവേണൻസിൽ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു CMഉം അടുത്ത 50% കുട്ടികളുമായിട്ടും ഇവിടുത്തെ ഏറ്റവും മലയാളി ഡയസ്പൊറ, അതായത് വേൾഡിലെ മുഴുവൻ മലയാളീസിന്റെ ബ്രെയിനുകളും എല്ലായിട്ടിരുന്ന് ഒരു കമ്പനി CEO പോലെ പെരുമാറുന്ന ഒരു CM 50%. അങ്ങനെ ഒരു CM ആയി മാറാൻ, അത് എക്സിസ്റ്റിംഗ് CM ആയാലും പുതിയ, നമ്മളിവിടെ ഇതിന്റെ രാഷ്ട്രീയ ചർച്ച ചെയ്യുന്ന വേദിയല്ല, പാർട്ടിയുമില്ല, ഇത് CMനോടുള്ള മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടാണ്. ഇതൊരു കേരളത്തിലെ ജനത ടോക്കാക്കണം. നിങ്ങൾ ഇത് മാക്സിമം ഒരു ചർച്ചയാക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിലേക്ക് ഞാനുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യണം ദയവേത്. അതേപോലെ തന്നെ ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡുകൾ എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങൾ മാക്സിമം ഇത് നമ്മുടെ ഒരു കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോക്കാക്കി മാറ്റണം. പൊളിറ്റീഷ്യൻസ് മസ്റ്റായിട്ടും കാണണം. നമ്മുടെ അടുത്ത CM ആകാൻ പോകുന്ന ആരായാലും ഏത് പാർട്ടിയാണെങ്കിലും ഉറപ്പായിട്ടും കുറച്ച് കാര്യങ്ങളെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസത്തോടെ നമസ്കാരം.